ഹാർവാർഡ്, പ്രിൻസ്റ്റൺ, എയിൽ, MIT ഇവിടെയൊക്കെ നമ്മൾ മലയാളികൾക്ക് അഡ്മിഷൻ കിട്ടുമോ? കിട്ടാത്തെന്താണ്? എല്ലാവരും പോലെ നമുക്കും അഡ്മിഷൻ കിട്ടും. പക്ഷേ ഫീസ് സ്ട്രക്ചർ ഓൺ ദ ഹയർ സൈഡാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപാട് വീഡിയോകളുടെ താഴെ വരുന്നൊരു ചോദ്യമാണ്, ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്ന വഴി എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാമോ എന്നുള്ളത്. ഞാൻ പല വീഡിയോകളിലായി നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്, ഇതിനകത്ത് നമ്മൾ ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും പ്രൊഫൈൽ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്താൽ മാത്രമാണ് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത്. അല്ലാതെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് സ്കോളർഷിപ്പ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്കോളർഷിപ്പ് നേടി പോകാൻ പറ്റില്ല. കാരണം പ്രൊഫൈൽ നമ്മളത് പ്രോപ്പറായിട്ട് ബിൽഡായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇഷ്യൂ. ഈ ഇടയ്ക്കെങ്ങാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത ഈ ഫോറിൻ സ്റ്റഡീസിന് വേണ്ടി പോകുന്നവർ മിത്സ് അബൌട്ട് സ്റ്റഡിങ് അബ്രോഡ് എന്നെന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവർ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കഥയാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പത്തിലുണ്ടായ കഥയല്ല, ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. ഈ വർഷം ഇന്ത്യക്കാരനായ ഒരു പയ്യൻ ഒരു US യൂണിവേഴ്സിറ്റിയിൽ 100% സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പോയി. ആ പഠിക്കാൻ പോയ വർഷം 2023 ഈ വർഷമായ 2024 അവൻ അവിടെ പഠിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. എന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോയിലൂടെ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ആ പയ്യൻ എന്തിലൂടെയാണോ കടന്നു പോയത് അതുപോലെ നിങ്ങളും കടന്നു പോകാനല്ല, മറിച്ച് പ്രോപ്പർലി ഒരു പ്രൊഫൈൽ ചെറിയ പ്രായത്തിലെ ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അങ്ങനെ ബിൽഡ് ചെയ്താൽ നമുക്കും 100% സ്കോളർഷിപ്പോടുകൂടി US തന്നെ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പറ്റുകയും ചെയ്യും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മൈ ലൈഫ് ആൻഡ് കരിയർ ഓൺ ലൈസ് ആൻഡ് ഫ്രോഡ് എന്ന് പറഞ്ഞ ടൈറ്റിലിൽ ഒരു 19കാരനായ പയ്യൻ റെഡിറ്റിൽ അനോണിമസ് ആയിട്ട് ഒരു കഥ എഴുതി. ഈ കഥ വായിച്ച റെഡിറ്റിൻ്റെ ഒരു മോഡറേറ്റർ ഇതിൽ യാഥാർത്ഥ്യത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ പോയി. ആ പിന്നാലെ പോയി കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ മൊത്തം കഥ വെളിയിലേക്ക് വരുന്നത്. ഈ പയ്യൻ്റെ പേര് ആര്യൻ അനന്ത് എന്നാണ്. ആര്യൻ അനന്ത് ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ള ആളാണെന്നുള്ളത് ഇനിയും വെളിയിൽ വന്നിട്ടില്ല. ഹൗവർ ആര്യൻ അനന്ത് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടില്ല. കാരണം എക്സാം വേണ്ട എന്ന് വിചാരിച്ചാൽ നമ്മുടെ കോവിഡിൻ്റെ ടൈമിലായിരുന്നു ആൾ 10th ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി 2021. അപ്പോൾ 2021 ഇത് 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 11ലേക്ക് ആൾ കയറി. ആ ബ്ലോഗിനകത്ത് വളരെ വ്യക്തമായിട്ട് അവൻ എഴുതിയിട്ടുണ്ട്, ഞാനൊരു വസ്തു പഠിച്ചിട്ടില്ല, വെറുതെ ഉറങ്ങുക, ഉണ്ണുക, സിനിമ കാണുക, ഇതൊന്നും അല്ലാതെ വേറൊരു പരിപാടിയിലേക്ക് ഞാൻ പോയിട്ടില്ല. പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണമില്ല, അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇവൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കേ വളരെ കുറവാണേ. അപ്പോൾ 11ാം ക്ലാസ്സിലെത്തി. 11ാം ക്ലാസ്സിൽ നല്ലവണ്ണം പഠിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. സയൻസാണേ എടുത്തത്, CBSE ആണേ. അപ്പോൾ ആൾക്ക് പഠിക്കാനൊന്നും കഴിയണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചു തുടങ്ങുമല്ലോ, നീ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ഭാവി എന്താണാവുക, നീ എന്താ ചെയ്യാൻ പോകണമെന്നൊക്കെ. അപ്പോൾ അതവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ 11ാം ക്ലാസ്സിൽ എൻഡാവുമ്പോൾ തന്നെ അവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി, എന്തായാലും വിദേശത്തേക്ക് പോകണം. ഇനി ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചീത്തയും കേട്ടിട്ട് ഈ പരിസരത്തെങ്ങ് നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഞാൻ പുറത്തോട്ട് പോകാൻ പോവാണ്. സോ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യാമെന്നുള്ളത് തപ്പാൻ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര പൈസ, എല്ലാ തരത്തിൽപ്പെട്ട കോളേജുകളും. ഇവൻ്റെ ആഗ്രഹം US പോകണമെന്നാണ്. ഇപ്പോൾ US ഒരുമാതിരിപ്പെട്ട കോളേജിലൊക്കെ ഭീകര ഫീസ്. ഇത്രയും ഫീസ് തരണമെന്ന് അച്ഛനോടോ വല്ലതും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും. കാരണം മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് പോയി ചോദിക്കാൻ പറ്റുക? അങ്ങനെയാണ് ഇവൻ സ്കോളർഷിപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ച് തിരയാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് തിരഞ്ഞപ്പോൾ ഇവനൊരു കാര്യം മനസ്സിലായി, US സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ അതിന് ഞാനൊരു മിടുക്കനാണ് എന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാൻ സാധിച്ചാൽ US എനിക്ക് സ്കോളർഷിപ്പ് നൽകും. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? പതുക്കെ ഇവൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കി. പ്രൊഫൈൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 12 കയറിയതിന് ശേഷമാണ് അവന് പരിപാടിക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇവൻ അതിന് മുൻപ് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. സോ ഫേക്കായിട്ട് ഇവൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഫേക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം അറിയണേ, ഈ പലപ്പോഴും നമ്മൾ ഈ സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും
അതായത് അക്കാഡമിക്കലി നമ്മൾ ബ്രില്യൻ്റ് ആണ്, എക്സ്ട്രാ കരിക്കുലറിൽ നമ്മൾ ബ്രില്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇത് ശരിയാണോ എന്ന് അറിയാനായിട്ട് അവിടെ നിന്ന് അവർ ചോദിക്കും. അതിന് പ്രിൻസിപ്പൾ മറുപടി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഇവൻ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തോന്നറിയോ, സ്കൂളിൻ്റെ പേരിലൊരു ഡൊമൈൻ ഇങ്ങ് മാടി. ഈ ഡൊമൈൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൻ്റെ പേര് ABC സ്കൂളാണെന്നിരിക്കട്ടെ, അവൻ abcschool.com എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈൻ അങ്ങോട്ട് മേടിച്ചു. എന്നിട്ട് principal@abcschool.com എന്നൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഇമെയിൽ ID ഇവൻ്റെ കൺട്രോളിലായി. എന്നിട്ട് ഈ ഇമെയിൽ ID യിൽ നിന്നാണ് ഇവൻ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾക്കും മറ്റുമായിട്ട് പ്രൊസീഡ് ചെയ്തത്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്തു. അത് കംപ്ലീറ്റ് ഫേക്ക് പരിപാടി കാണിച്ചു. പിന്നെ ഇവൻ മറ്റേ സയൻസ് ഒളിമ്പിയാഡിൽ പങ്കെടുത്തു, മാത്ത് ഒളിമ്പിയാഡിൽ പങ്കെടുത്തു. അതായത് കുട്ടിക്കാലം മുതൽ നമ്മൾ സൂപ്പർ ഒരു താരമാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള എല്ലാ ഡോക്യുമെൻസും ഉണ്ടാക്കി. ആ ഡോക്യുമെൻസിന് വെരിഫിക്കേഷൻ വരാനുള്ള ഇമെയിലുകളായി കൊടുത്തതെല്ലാം തന്നെ ഇവൻ്റെ കൺട്രോളിലുള്ള ഇമെയിലുകളായിരുന്നു. നമ്മുടെ ഈ @gmail.com എന്ന് പറയുന്ന ഒരു ഇമെയിൽ ID യിലേക്കൊന്നും അവർ വെരിഫിക്കേഷൻ ഇട്ടിട്ട് അതിനെ വിശ്വസിക്കത്തില്ല. അത് പ്രോപ്പർ ഡൊമൈനിലുള്ള ID ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഇവൻ ഉണ്ടാക്കി. 12ാം ക്ലാസ്സുകാരനാണെന്ന് ആലോചിച്ചോണം കേട്ടോ. അങ്ങനെ ഈ പയ്യൻ ഇതെല്ലാം ഉണ്ടാക്കി US കോളേജുകൾക്ക് അപ്ലൈ ചെയ്തു. ഇന്ന് എന്തായാലും Ivy ലീഗിൽ നിന്നൊന്നും മറുപടി വന്നില്ല. ഈ മറുപടി വരാത്തത് ഇത് ഫേക്കാണെന്ന് അവർക്ക് മനസ്സിലായിട്ടാണോ അതോ അതിനും വേണ്ടിയിട്ടുള്ളൊരു മെന ആ പ്രൊഫൈലിനകത്ത് ഉണ്ടാവാത്തത് കൊണ്ടാണോ സംഭവം അവിടെ നിന്നൊന്നും വന്നില്ല. പക്ഷേ ഇവന് US ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നായിരുന്നു. ലീഹായ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, പെൻസിൽവാനിയയിലാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇവന് മറുപടി വന്നു. ഈ മറുപടി വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പയ്യൻ എന്ത് ചെയ്തു, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിലായി. അപ്പോൾ അവർ ഓരോ വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അയച്ചു, എല്ലാം ഓക്കെ ആയി. അവസാനം അവർ ഓഫറും കൊടുത്തു. ഈ ഓഫർ കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു, നിൻ്റെ ട്യൂഷൻ ഫീയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം. കാരണം നമ്മൾ ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ആവറേജ് വരുമാനം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു 20 lakh per year എന്ന് വയ്ക്കുക. 20 lakh per year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു മാസം 1 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടെങ്കിലേ നമുക്ക് വാർഷിക വരുമാനം 20 ലക്ഷം ആവത്തുള്ളൂ, ഇല്ലേ? പക്ഷേ ആ 20 ലക്ഷം പോലും US-ൻ്റെ ഇതിൽ നോക്കുമ്പോഴത്തേനും വളരെ ചെറിയ വരുമാനമാണ്. ആ വരുമാനമുള്ളവർക്കും ശരിക്കും നല്ല സ്കോളർഷിപ്പുകൾ കിട്ടാൻ എലിജിബിളാണ്. കണ്ടീഷൻ എന്താണ്? ഈ കാര്യം മാത്രം പോരാ, നമ്മൾ അക്കാഡമിക്കലിയും ബ്രില്യൻ്റ് ആയിരിക്കണം, എക്സ്ട്രാ കരിക്കുലർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും ബ്രില്യൻ്റ് ആയിരിക്കണം. 360 ഡിഗ്രി പ്രതിഭയായിരിക്കണം നമ്മൾ. അത്ര മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളെപ്പോലൊരു കുട്ടിയെ പഠിപ്പിക്കാൻ അവർ വില്ലിങ് ആവും, ഫ്രീ ആയി തന്നെ പഠിപ്പിക്കാനായിട്ട് വില്ലിങ് ആവും. ഇതൊക്കെ ഇവന് മനസ്സിലായിട്ടാ ഇവൻ എന്നെ ചെയ്തു, ഈ പറയുന്ന ലീഹായിൽ നിന്ന് ഇവന് ഓഫർ വന്നു. പക്ഷെ അവർ ഓഫറിനകത്ത് പറഞ്ഞു, നിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം ഒരു 5 ലക്ഷം രൂപ എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു വർഷം ഇവൻ്റെ കയ്യിൽ നിന്ന് ചിലവ് വരും. ഇവൻ്റെ കയ്യിൽ നിന്ന് ചിലവ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ചോദിക്കണ്ടേ? അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അച്ഛൻ മരിച്ചു പോയി എന്നും പറഞ്ഞിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അച്ഛന് ക്യാൻസറാണ്, അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൻ്റെ പകുതി മാത്രമാണ് പെൻഷനായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് വൻ ദാരിദ്ര്യത്തിലാണ്, സാറേ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അതിനും നല്ല ഭംഗിയായിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി. ഈ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവൻ ഈ പേഴ്സണൽ എസ്സേയൊക്കെ ക്രിയേറ്റ് ചെയ്തതേ ChatGPT ഇവൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവൻ ഈ റെഡിറ്റിനകത്ത് എഴുതുകയും ചെയ്തിട്ടാ. അവിടെ നിന്നാണ് ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായത്. അങ്ങനെ എന്തോ ചെയ്തു, ഇവൻ കൃത്യമായി ഈ യൂണിവേഴ്സിറ്റിക്ക് കാര്യങ്ങൾ അയച്ചു. യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ അമ്പോ പാവൻ ചെക്കൻ, നല്ലോണം പഠിക്കാൻ കപ്പാസിറ്റി ഉള്ളവൻ, നല്ല മാർക്കുള്ളവൻ. അപ്പോൾ ഇവനെ പഠിപ്പിക്കണ്ടേ? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത ലെറ്റർ വന്നു, നിനക്ക് ഒരു പൈസ ചിലവില്ലാതെ എന്തിനധികം ടു ആൻഡ് ഫ്രോ ടിക്കറ്റ്, ഓരോ വർഷവും തിരിച്ചു വന്ന് നാട്ടിൽ വന്നിട്ട് പോകാനുള്ള ടിക്കറ്റ് അടക്കം, വർഷം തോറുമുള്ള ടിക്കറ്റ് അടക്കം കോളേജ് ഓഫർ കൊടുത്തു. സന്തോഷമായില്ലേ? ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? അപ്പോൾ അവിടെ വെളിയിലെല്ലാം പാട്ടായി, ഇതാ ഇവന് സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളത്. അപ്പം ഈ എഴുതിയതിനകത്ത് ഈ ചെക്കൻ എവിടെയോ ഒരു ലൈനിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അതായത് 4, 3, 7 മര്യാദയ്ക്ക് കൂട്ടാൻ അറിഞ്ഞൂടാത്തവനാണ് US ഫുൾ സ്കോളർഷിപ്പ് കിട്ടിയേക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവരും അന്തിച്ചു പോവില്ലേ? അപ്പോൾ ആദ്യം ചിലരൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഫൈനലി ഓഫർ ലെറ്റർ കിട്ടിയപ്പോഴത്തേനും വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഇവൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ, അതുപോലെ അമ്മയുടെ സുഹൃത്തുക്കളുടെ മക്കൾ, ഫാമിലിയിലുള്ളവർ, ഇവരൊക്കെ ഇങ്ങനെ ഒരു കഥ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തായിരിക്കും ചെയ്യുക? നിനക്ക് ഇത് എങ്ങനെയാണ് കിട്ടിയ, എൻ്റെ കുട്ടിക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? അപ്പോൾ ഇവൻ്റെ അടുത്ത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള പിള്ളേരെ ആളുകൾ പറഞ്ഞു വയ്ക്കുക പോലും ചെയ്തു. ഇവൻ കാണിച്ചു വെച്ചേക്കണമെങ്കിൽ കംപ്ലീറ്റ് ഫേക്ക് ആയിട്ടുള്ള പരിപാടി. അങ്ങനെ ഇവൻ എന്തോ ചെയ്തു, ഇതെല്ലാം വെച്ചിട്ട് അടുത്ത് US വിസയല്ലേ നമ്മുടെ, ഇനി US വിസയ്ക്ക് മുമ്പ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഓഫർ കണ്ടീഷണൽ ഓഫർ ലെറ്ററാണ്. അവിടെ ഫൈനൽ CBSEയുടെ മാർക്ക് ലിസ്റ്റ് ഒരു പ്രാധാന്യം അർഹിക്കുന്ന സാധനമാണ്. അതും ഫേക്ക് ചെയ്ത് ചെക്കൻ
91% മാർക്കുണ്ട് എന്നുള്ളത് CBSEയുടെ 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് വരെ ഇവൻ ഫേക്ക് ചെയ്തു. 60% മാർക്കുള്ളവന്. ഓക്കെ, അതിൽ തന്നെ ഈ റെഡിറ്റ് പോസ്റ്റിനകത്ത് ഇവനൊരെണ്ണം എഴുതിയിട്ടുണ്ട്, ഇവൻ്റെ ആക്ച്വൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അതായത് പേപ്പറിൻ്റെ കോപ്പി CBSEയിൽ നിന്ന് എടുക്കാൻ നോക്കി. അപ്പോൾ എടുത്ത് നോക്കിയപ്പോഴത്തേനും അവൻ ആക്ച്വലി കിട്ടിയിരിക്കുന്ന മാർക്കിനേക്കാളും കുറവാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതായത് അവൻ മോക്ക് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇത്രയൊക്കെ ഉള്ളൂ, ഇന്ത്യയിൽ നിന്ന് ഒരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാലൊന്നും ആരും അറിയാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്ന തരത്തിലുള്ളൊരു എഴുത്തായിരുന്നു അത് മൊത്തം. അത് ഇവൻ എഴുതിയത് ശരിയാണ് കേട്ടോ, ഇവൻ ശരിക്കും അത്രയും ഫേക്ക് ചെയ്തിട്ടുണ്ട് കാര്യം. അപ്പോൾ അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, CBSEയുടെ മാർക്ക് ലിസ്റ്റും ഫേക്ക് ചെയ്ത് പോയി. അപ്പോൾ അവിടെ കണ്ടീഷണൽ ഓഫർ ലെറ്ററൊക്കെ മാറി, ഫുൾ ഓഫർ ലെറ്ററായി മാറി. ഇനി അടുത്ത് എന്ത് വേണം, US-ൻ്റെ വിസ കിട്ടണം. അപ്പോൾ ഒരു വിസ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടില്ലേ, US-ൻ്റെ വിസയ്ക്ക് പോയി വിസ ഇൻ്റർവ്യൂവിൽ ഫെയിലായി, കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നവർക്ക് പോലും ഫെയിലായി പോയി. ഇവൻ്റെ തൊട്ട് മുമ്പ് പോയ പെങ്കൊച്ച് ഫെയിലായിപ്പോയി. പക്ഷേ ഇവൻ ഫെയിലായില്ല. കാരണം ഇവൻ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളില്ലയോ. അപ്പം ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അവർക്കൊരു ഇത് കൊടുത്ത് പറഞ്ഞയക്കാനായിട്ട് ഒരു പ്രശ്നവും തോന്നിയില്ല. സോ ഇവന് വിസയും അപ്രൂവായി, ആളങ്ങോട്ട് US പോയി. കഴിഞ്ഞ വർഷം 2023 പോയിരിക്കണത്. അവിടെ പോയിട്ട് അവിടെയും ഇവൻ മേലത്തിര ഒപ്പിച്ചു. കാരണം ഈ സ്കോളർഷിപ്പുകൾ, ഇപ്പം വിദേശ രാജ്യങ്ങളിലെ സ്കോളർഷിപ്പുകൾ, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നല്ല, അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പുകളിൽ പലപ്പോഴും ഒരു ക്ലോസ് വരാറുണ്ട്. നമ്മൾ ഒരു വർഷം അവർ പറയുന്ന പെർട്ടിക്കുലർ CGPA അത് എത്രയാണോ ആ CGPAയിൽ എത്തിയാൽ മാത്രമേ അടുത്ത വർഷവും ഈ സ്കോളർഷിപ്പ് നിലനിൽക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു കുട്ടികളെ പോലെ ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ പഠിക്കേണ്ടി വരും. ഇവനുണ്ടോ പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ അവിടെയും ഇവൻ എന്ത് ചെയ്തു, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയിലും അവൻ കള്ളത്തരം കാണിച്ചിട്ടാണ് മാർക്ക് മേടിച്ചത്. ഇനി ഇതെല്ലാം പോട്ടെ, ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തന്നെ ഉണ്ടല്ലോ, ഇവൻ എക്സ്ട്രാ വരുമാനം വേണം. അപ്പോൾ ഈ US-ൻ്റെ റൂൾ പ്രകാരം ഈ പാർട്ട് ടൈം വർക്കിന് ഈ UK-ലൊക്കെ ഉള്ളതുപോലെയല്ല, അവിടുത്തെ ക്ലോസുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്സിലൂടെയാണ് ഇവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവുക. ഇവനെ തന്നെ ഒരു 3rd ഇയർ മാർക്കറ്റിംഗ് സ്റ്റുഡൻ്റായി സങ്കല്പിച്ച് അത്തരത്തിൽ ഇവൻ CV കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷനിൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത്, എന്ന് വെച്ചാൽ ഓൺലൈൻ പരിപാടി ഇതെല്ലാം കൊടുത്ത് അവരവനെ വിശ്വസിച്ചു. ഇവന് ഇൻറ്റേൺഷിപ്പ് കിട്ടി. ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവൻ കമ്പനിയിൽ ഡെയിലി പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് മാസം തോറും $1500 ആ വകയിലും ചെക്കനുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ആയി, ഇപ്പോൾ ഒരു വർഷത്തോളം ആയില്ലേ. ഒരു വർഷത്തോളം ആയപ്പോഴത്തേനും ഓവർ കോൺഫിഡൻസ് ആയി. അപ്പോഴത്തേനും റെഡിറ്റിൽ ഈ കംപ്ലീറ്റ് സാധനം ആൾ എഴുതി വെച്ചു. ഈ എഴുതി വെച്ച് വായിച്ച റെഡിറ്റിൻ്റെ ഒരു മോഡറേറ്റർ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഇതിൽ യാഥാർത്ഥ്യമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ഈ പയ്യൻ അനോണിമസ് ആണ് എങ്കിൽ പോലും ഇവൻ ഫോളോ ചെയ്തിരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അതിൽ അയാൾ ഈ ലീഹായ് യൂണിവേഴ്സിറ്റി കണ്ടെത്തുകയും അവിടേക്ക് ഇയാൾ മെയിൽ അയച്ച് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് നിങ്ങളുടെ കേസിൽ ഏതെങ്കിലും ഇങ്ങനെ കിടപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയുകയും അതിനുശേഷം ഇത് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഇതിൻ്റെ ഫ്രോഡ് കംപ്ലീറ്റ് പുറത്തേക്ക് വരികയും ചെയ്തു. ഇപ്പം നമ്മൾ ഈ സംഭവം ഏകദേശം 1 മാസത്തോളം ആയി കേട്ടോ. ഇത് വന്ന സമയത്ത് ഇത് മാധ്യമങ്ങളിൽ, ഈവൻ നമ്മുടെ നാഷണൽ മീഡിയകളിലൊക്കെ കുറേ എണ്ണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് റെഡിറ്റിൻ്റെ ഇതിൽ നിന്ന് തന്നെ അവരത് മൂവ് ഔട്ട് ചെയ്തു. ആ സംഭവം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പല മീഡിയയിലും പിന്നീട് വന്ന ന്യൂസ് ഇപ്പോൾ നമ്മൾ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കാണില്ല. ബട്ട് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ആര്യൻ അനന്ത് ഫ്രോഡ് കേസ് റെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ യു വിൽ ഫൈൻഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ഈ പയ്യന് US-ൽ 10 മുതൽ 20 വർഷക്കാലം വരെ ശിക്ഷ കിട്ടുന്ന കേസാണ് അവൻ ചെയ്തത്. ഹൗവർ ഈ യൂണിവേഴ്സിറ്റി ഇവന് മാപ്പ് കൊടുത്തു. യൂണിവേഴ്സിറ്റി പറഞ്ഞു ഈ ചെക്കനെ ഡീപ്പോർട്ട് ചെയ്യാൻ മാത്രം പറഞ്ഞു. അങ്ങനെ ഇവനെ ഡീപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും ഇവനെതിരെ ഒരുപാട് കേസുകൾ വരും. കാരണം സ്വന്തം അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ അവൻ ഫേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈഫ് കുളമായി എന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്, ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിക്കാൻ പറ്റും ഇന്ത്യയിൽ, കള്ളത്തരം കാണിച്ച് നമുക്ക് US-ൽ പോവാം, US-നെ പറ്റിക്കാം, ഇങ്ങനെയൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. What I want you people to understand is the importance of building your profile. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുമ്പം, സ്പെസിഫിക്കലി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എങ്കിൽ സയൻസ് ഒളിമ്പ്യാഡ്സ്, മാത്സ് ഒളിമ്പ്യാഡ്സ്, അതുപോലെ തന്നെ ഈവൻ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഇതിലാണെങ്കിൽ ഇപ്പം ഈ
ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന പലതരത്തിലുള്ള ഇവൻറ്റുകളുണ്ട്. ബാലശാസ്ത്ര കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. പിന്നെ സ്കൂളിലെ തന്നെ ശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയമേളയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇവൻറ്റുകളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതും അതിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കേണ്ടതിൻ്റേതുമായ ആവശ്യകത, ഇത് ചെയ്താലാണ് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുക. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 100% കള്ളത്തരം കാണിച്ചെടുത്താൻ പോയെങ്കിലും നിങ്ങൾക്ക് നല്ലത് കാണിച്ച് പോകാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങൾ നേരത്തെ കാലത്തെ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പർലി നിങ്ങളെ തന്നെ മെൻറ്റർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് പോസിബിളാണ്. എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാനും പോസിബിലിറ്റി ഉണ്ട്. ഫീസ് സ്ട്രക്ചറിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാനും, അതല്ല എങ്കിൽ 100% ട്യൂഷൻ ഫീ വേവ് ചെയ്തെടുക്കാനും. ഇനി അതിനും ഒരു പടി മുകളിൽ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബ്രില്യൻ്റ് ആണ് എങ്കിൽ ഈവൻ നമ്മുടെ ട്രാവൽ പോലും 100% വേവ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് എന്താണ്? എനിക്കും ഇതൊക്കെ ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ട് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം, എൻ്റെ വോളണ്ടിയർ ആക്ടിവിറ്റീസ് അത് ഞാൻ നന്നായിട്ട് ചെയ്യണം. ഇതെല്ലാം തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ പ്രൊഫൈൽ ബിൽഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ബിൽഡിങ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് വേണം എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു അത് വേറൊരു വീഡിയോയിലെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ വേണ്ടി വരിക, എങ്ങനെ എഴുതി ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. Hope you understood the thing. Keep going. Happy learning.